ഹേ ഗായ്സ്, സോ NIDയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത ആ നാൾ മുതൽ നമുക്ക് എല്ലാവർക്കും ഫുൾ ഓഫ് സർപ്രൈസസ് ആയിരുന്നു. ഈ വർഷം ഒരുപാട് മാറ്റമായിട്ടാണ് NID എക്സാമിനേഷൻസിൻ്റെ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് റിലീസ് ചെയ്തത് തന്നെ. സോ ഫസ്റ്റ് ടൈമായിട്ടാണ് പ്രിലിംസിന് ഒരു വെയിറ്റേജും ഇല്ലാതെ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. 100% വെയിറ്റേജും മെയിൻസ് എക്സാമിനേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് NID എക്സാമിനേഷൻ നടത്തുന്നത് എനിക്കൊന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും. സോ അപ്പം ആ ഒരു വർഷത്തിൽ എന്തായിരിക്കും മെയിൻസ് എക്സാമിനേഷൻസിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്, അതുപോലെ ഒരു രണ്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് മെയിൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, സ്റ്റുഡിയോ സെൻസിറ്റിവിറ്റി ആൻഡ് ഇൻ പേഴ്സൺ സെൻസിറ്റിവിറ്റി. അപ്പം ഈ ഒരു എക്സാമിനേഷനിൽ എന്തായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്? അത് യൂഷ്വലി വരുന്ന സ്റ്റുഡിയോ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ വരുന്നത്, അതോ ഈ പറഞ്ഞ പാറ്റേൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയത് എന്തെങ്കിലുമൊക്കെ വരുമോ? അങ്ങനെയുള്ള ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു, ആ ഒരു ടെൻഷനൊക്കെ. സോ ഈ സൺഡേ NID മെയിൻസ് എക്സാമിനേഷൻ്റെ ഫസ്റ്റ് റൗണ്ട്, അതായത് സ്റ്റുഡിയോ സെൻസിറ്റിവിറ്റി എക്സാമിനേഷൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. യൂഷ്വലി സ്റ്റുഡിയോ ടെസ്റ്റിന് ചോദിച്ചു വരുന്ന സർട്ടൻ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്, പല ക്വസ്റ്റ്യൻസും ഒക്കെ. സോ ചിലതൊക്കെ അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതി തന്നെയാണ് ഇത്തവണ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം ഇൻ ഡെപ്തായിട്ട് തന്നെ അതിൽ ഓരോ ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ എത്ര മാർക്ക് വെയിറ്റേജ് ആയിരുന്നു, എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ്, അതൊക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. സോ മൈസെൽഫ് സച്ചിൻ and myself Shyam, and we are from Think Institute of Design. സോ വളരെ കൺഫ്യൂഷനോടും അല്ലെങ്കിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നും ഒരു ധാരണ ഇല്ലാതെയാണ് പൊതുവെ സ്റ്റുഡൻസ് NID സ്റ്റുഡിയോ ടെസ്റ്റിന് പോകാറ്. കാര്യം NID എന്ന് പറയുന്നത് സർപ്രൈസസിൻ്റെ ആൾക്കാരാണ്. സോ എന്താണ് ഓരോ വർഷവും അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കാത്തു വെച്ചേക്കുന്നത് എന്നുള്ളത് ആർക്കും എക്സ്പെക്ട് ചെയ്യാനും പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ബട്ട് എനിക്കൊന്ന് ഇൻ ജനറൽ എക്സാമിനേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് സ്റ്റുഡൻസിൻ്റെ റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് അവർ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. വളരെ സർപ്രൈസിങ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനും ഇത്തവണ NID ചോദിച്ചതുമില്ല. എനിക്കൊന്ന് കുറച്ചൊരു ക്വസ്റ്റ്യൻസ് രീതി വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അത്യാവശ്യം സാധാരണ ചോദിക്കുന്ന NIDയിൽ നിന്ന് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കി കുറച്ചൊരു ഈസിയർ ലെവലായിരുന്നു ക്വസ്റ്റ്യൻസ് രീതി മീൻസ് ഈസി മോഡായിരുന്നെങ്കിൽ പോലും മിക്സഡ് ഒപ്പീനിയൻ ആണ് അതിനെ പറ്റിയിട്ടുള്ളത്. സോ തിങ്കിൽ നമ്മൾ പോൾ കണ്ടക്ട് ചെയ്തപ്പോൾ തന്നെ മോഡറേറ്റ് ഹാർഡ് ലെവലാണ് കൂടുതൽ പേരും ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് കുറച്ചൊരു ഈസിയർ ലെവൽ ആണോ എന്നുള്ള കാര്യത്തിലും നമുക്കൊരു ഡൗട്ട് ഉണ്ടാവാം. സോ BDS മെയിൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് രണ്ട് ടെസ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ടെസ്റ്റ് 1 എന്ന് പറയുന്നത് സ്റ്റുഡിയോ സെൻസിറ്റിവിറ്റിയും ടെസ്റ്റ് 2 എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ സെൻസിറ്റിവിറ്റിയുമാണ്. സോ ഇതിൽ ഇക്കഴിഞ്ഞ സൺഡേ കഴിഞ്ഞെന്ന് പറയുന്നത് ഇതിലെ ടെസ്റ്റ് 1 ആണ്, സ്റ്റുഡിയോ സെൻസിറ്റിവിറ്റി. 70 മാർക്സിനായിരുന്നു സ്റ്റുഡിയോ സെൻസിറ്റിവിറ്റി എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് 2.5 hours ഡ്യൂറേഷൻ ആയിരുന്നു ഈ എക്സാമിനേഷൻ. സോ 3 ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ആൻഡ് ഓൾസോ സബ് ക്വസ്റ്റ്യൻസും ഒക്കെ അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഓരോ ക്വസ്റ്റ്യനും. സോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അതിൽ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ശ്യാം സർ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷനിലേക്ക് പോകാമല്ലോ അല്ലേ? സോ ഗായ്സ്, അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തിങ്ക് ലെർണിംഗ് സ്റ്റുഡൻസിൻ്റെ അവരുടെ ഒരു മെമ്മറി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുള്ളത്. സോ എക്സാക്ട്ലി ചിലപ്പം ഇതുപോലെ തന്നെ വരണമെന്നില്ല, കാര്യം നമ്മൾ ഡിഫറെൻറ്റ് റിസോഴ്സസിൽ നിന്നും കൂടെ കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. സോ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലേക്ക് അത് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ക്യാൻ വി സ്റ്റാർട്ട് സർ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലൈൻഡ് ടെസ്റ്റ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ബ്ലൈൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പൊതുവേ ഡ്യൂറേഷനൊക്കെ കുറച്ച് തരുന്ന ഒരു ടെസ്റ്റുമാണ്, പക്ഷേ ഇത്തവണ ഒരു ടെസ്റ്റ് വന്നത് സബ് ക്വസ്റ്റ്യൻസും കൂടെ അതിനകത്തുണ്ടായിരുന്നു ആൻഡ് 60 minutes ആയിരുന്നു ബ്ലൈൻഡ് ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ. സബ് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ 60 minutes ആയിരുന്നു അതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 30 marks ആയിരുന്നു അതിൻ്റെ വെയിറ്റേജും എന്ന് പറയുന്നത്. സോ എനിക്കൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സാഫി. സോ ബ്ലൈൻഡ് ടെസ്റ്റിൽ ഇത്തവണ സാധാരണ ഉള്ള പോലെ തന്നെ ഒരു ബ്ലാക്ക് ബാഗിനകത്ത് ഈ ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒബ്ജക്റ്റ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു വുഡൻ ക്യൂബോർഡ് പീസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു റോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബെല്ല് ഉണ്ടായിരുന്നു, ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പം ഇവര് തമ്മിൽ ബീഡ്സ് പോലെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഇതായിരുന്നു ഒബ്ജക്റ്റ്. ഇതിന്റെ സബ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊരു ഡ്രോയിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് വ്യത്യാസപ്പെടുത്തി ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഒബ്ജക്റ്റ് ഡിറ്റാച്ച് ചെയ്യാതെ തന്നെ ഉണ്ടാക്കുന്ന 3 ഡിഫറെന്റ് സൗണ്ട്സ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വിഷ്വലി റെപ്രസെന്റ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്,
അല്ലാതെയും പറയുന്നുണ്ട്. അതിനെ Okay. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വേണ്ടി 3 ബോക്സസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ അപ്പോൾ അതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ ടച്ച് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ എക്സാക്ട് എത്ര ഡൈമെൻഷൻ വരും എന്നുള്ളത് ഉണ്ട്. വരച്ച് കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ചിലർ ഈ ടെക്സ്ചറിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പം ഡയമെൻഷനും ടെക്സ്ചർ മുൻപ് NIDയുടെ ക്വസ്റ്റ്യനിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതേപോലെ എക്സാക്ട് ഒരു ഒബ്ജക്റ്റിന്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈസ് പ്രപ്പോർഷൻ അതൊക്കെ എത്രത്തോളം സ്റ്റുഡൻസിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും യൂഷ്വലി ചോദിക്കുന്നത് തന്നെയാണ്. അതവര് ഈ പറഞ്ഞ സബ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒന്നിന്റെ സബ് കാറ്റഗറി ആയിട്ട് അത് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു റൈറ്റപ്പ് ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഒരു റൈറ്റപ്പ് മോഡലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലായിട്ട് NIDക്ക് വരുന്നത്. ഈവൻ പ്രിലിംസിലാണെങ്കിലും ഈ പറഞ്ഞ റൈറ്റപ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ തവണ സ്റ്റുഡിയോ സെൻസിറ്റിവിറ്റിക്ക് നോക്കിക്കഴിഞ്ഞാലും അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ സിറ്റുവേഷൻ അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഒരു സിറ്റുവേഷൻ തന്നിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരാറ്. പക്ഷെ ഇത്തവണ അത് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. സോ ഇത്തവണ സാധാരണ സിറ്റുവേഷൻ അനാലിസിസ് ആണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡ്രോയിങ് പാർട്ടും കൂടെ അതിലുണ്ടാവും, ലൈക്ക് ആ ഒരു സൊല്യൂഷൻ പോലെ. ബട്ട് ഇത്തവണ ഡ്രോയിങ് പാർട്ടില്ല, ആ ഒരു സിറ്റുവേഷൻ എന്താണ് അതിന്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾ എഴുതി കാണിച്ചാൽ മതി എന്നുള്ള രീതിക്കായിരുന്നു. സോ ക്വസ്റ്റ്യൻ ഏകദേശം ഇങ്ങനെയായിരുന്നു വന്നിരുന്നത്. എ ടൈം വെൻ യു ഫെൽറ്റ് സ്റ്റക്ക് ആൻഡ് ഓൾമോസ്റ്റ് ഗിവ് അപ്പ്, ഹൗ ഡിഡ് യു ഫീൽ ഇറ്റ്? ഓക്കെ, ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ സബായിട്ട് എന്ന് പറഞ്ഞാൽ someone you met that you had an insightful conversation which helped you get out of the situation. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തോ ലൈക്ക് വാട്ട് പ്ലാൻ ഡിഡ് യു മേക്ക് ടു കം ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിന്റെ സബായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് എന്തായിരുന്നു കടന്നുപോയിട്ടുള്ള സിറ്റുവേഷൻ എന്തായിരുന്നു, ഒരാളായിട്ട് മെറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു എങ്ങനെയായിരുന്നു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോൺവെർസേഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, പിന്നെ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ അതൊന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നു. ഓക്കെ, എനിക്കൊന്നും കുറച്ചും കൂടെ ഒരു സൈക്കോളജിക്കൽ എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റുഡൻസിന്റെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഹാൻഡ്ലിങ് അതൊക്കെ ആയിരിക്കാം അവർ ചിലപ്പം എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ. ഓക്കെ, സോ അത് കംപ്ലീറ്റ്ലി റൈറ്റപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ഈ റൈറ്റപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്കൊന്നു 30 minutes ആയിരുന്നു ഇതിന്റെ ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 10 marks ആയിരുന്നു റൈറ്റപ്പ് ക്വസ്റ്റ്യൻ ഉള്ള വെയിറ്റേജ് എന്ന് പറയുന്നത്. സോ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. ഓഫ് കോഴ്സ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇല്ലാത്ത ഒരു NID എക്സാമിനേഷൻ നമുക്ക് ഓർക്കാനും ചിന്തിക്കാനും പോലും പറ്റത്തില്ല. ആൻഡ് ഇത്തവണ മെറ്റീരിയൽ ഹാൻഡ്ലിംഗിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡിൽ തന്നിട്ടുള്ള മെറ്റീരിയൽ ലിസ്റ്റ്, അതായത് അലോ ചെയ്യുന്ന അല്ലെങ്കിൽ പെർമിറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നോക്കിയാൽ തന്നെ ഗ്ലൂ ഇല്ല, ദെൻ പേപ്പർ കട്ടേഴ്സ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലൂസ് ഒക്കെ അവരിങ്ങനെ തരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എന്നുള്ളത് നമുക്കൊരു പ്രഡിക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തു. ആൻഡ് ഇത്തവണത്തെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗിൽ 60 minutes ആയിരുന്നു ടോട്ടൽ ഡ്യൂറേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ 30 marks ആണ് അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. 70 marksൽ 30 marks മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്കൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻസ് എന്താണ്, മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഇതിന്റെ ക്വസ്റ്റ്യൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേർഡ് ഫീഡർ ഉണ്ടാക്കാനായിരുന്നു. ഇത് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ മെറ്റീരിയൽസ് അവർ തന്നിട്ടുള്ളതെന്ന് പറയുന്നത് A4 സൈസ് പേപ്പർ പറയുന്നുണ്ട്, പിന്നെ ഒരു കട്ടിയുള്ള ഷീറ്റ് എന്ന് പറയുന്നുണ്ട്, അത് ഐവറി ഷീറ്റ് ആവാനാണ് സാധ്യത. പിന്നെ ഒരു പീസ് ഓഫ് ക്ലോത്ത് തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പിന്നെ വയറ്, പിന്നെ 4 പേപ്പർ ക്ലിപ്പ് പറഞ്ഞിട്ടുണ്ടായി, പിന്നെ ത്രെഡ്. അപ്പോൾ ഇത് ഇത്രയായിരുന്നു മെറ്റീരിയൽ അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇതിന്റെ ഡീറ്റെയിലിൽ പോകുമ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എങ്ങനെയൊക്കെ ആയിരുന്നു ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്കെയിൽ പറയുന്നുണ്ട് അവർ. അതായത് ഒരു ബേർഡിനെ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അതായത് സ്പാരോ പോലത്തെ ബേർഡ്സിന് വേണ്ടി ഇരിക്കാൻ പറ്റിയ ഒരു ബേർഡ് ഫീഡർ ആണ് അവർ പറയുന്നത്. ആൻഡ് അതിന്റെ സ്കെയിൽ 1:1 എന്ന് പറയുന്നുണ്ട്. സോ അത് ആക്ച്വൽ സ്കെയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്പാരോ എത്ര ഉണ്ടാവോ ആ ഒരു സൈസിൽ തന്നെ ആ ഒരു ബേർഡ് ഫീഡറും വേണം. ഓക്കെ, പിന്നെ അതിൽ വേറൊരു ഡീറ്റെയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സെഗ്രിഗേഷൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അതായത് ഫുഡും വാട്ടർ വെക്കാനായിട്ടുള്ള സെപ്പറേറ്റ് ഏരിയ. എനിക്ക് തോന്നുന്നു സാധാരണ NID കുറച്ച് ഇങ്ങനത്തെ ഫംഗ്ഷനാലിറ്റിയും കൂടെ തരാറുണ്ട് ക്വസ്റ്റ്യൻസിന്. അപ്പോൾ അത് പറയുന്നുണ്ട്. പിന്നെ അതിന്റെ സബായിട്ട് വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രോപ്പർ സ്കെച്ച് വേണമെന്ന് പറയുന്നുണ്ട്, ആ ഒരു മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിക്കും. പിന്നെ ഒരു 1 line ആയിട്ട് ആ ഒരു മെക്കാനിസം പറയണം. അപ്പം എനിക്കൊന്ന് തവണ മെറ്റീരിയൽ ഹാൻഡ്ലിംഗിൽ മോഡൽ മേക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പ്ലസ് അതിന്റെ ഒരു ഡ്രോയിങ്ങും ദെൻ ഓൾസോ അതിന്റെ ഒരു 1 line റൈറ്റപ്പും കൂടെ വേണം എന്നുള്ളൊരു രീതിയും കൂടെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അതിന്റെ മെക്കാനിസം കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിൽ. ആൻഡ് എനിക്കൊന്ന് കുറച്ചുകൂടെ അവർക്ക് ചലഞ്ചിങ് ആയിരിക്കും ഈ പറഞ്ഞ ഗ്ലൂ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ
ഓൾസോ ഇതിപ്പം ഹാങ് ചെയ്യണം, ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ബേസിൽ വെക്കാൻ പറ്റുന്ന രീതിക്ക് പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് ഒന്ന് ട്രിക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട്, ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ ഗൈസ് ഈ 3 ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്തവണത്തെ മെയിൻസ് എക്സാമിനേഷൻസിന്റെ ടെസ്റ്റ് 1 സ്റ്റുഡിയോ സെൻസിറ്റിവിറ്റിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് 1 വാസ് ഈ പറഞ്ഞ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ദെൻ അടുത്ത് റൈറ്റ് അപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ദെൻ ബ്ലൈൻഡ് ടെസ്റ്റ്, ദെൻ അതിന്റെ സബ് ക്വസ്റ്റ്യൻസ്. പക്ഷേ ഏകദേശം ഈ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ നോക്കി വരുമ്പം ഇതിനകത്ത് ഓഡിയോ ഉണ്ട്, ദെൻ വിഷ്വൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലാതൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡ്രോയിങ് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണെങ്കിലും ഈ പറഞ്ഞ പ്രൊപ്പോർഷനേറ്റ് ഡ്രോയിങ് വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ബേർഡ് ഫീഡറിലാണെങ്കിലും ഒരു കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ഡിസൈൻ എന്നുള്ള രീതിയിലൊക്കെ ഒരു കൺസെപ്റ്റിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് വരുന്നതൊക്കെ. സോ ഇതാണ് ക്വസ്റ്റ്യൻസ്, ഈ 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എക്സാമിനേഷൻ നിങ്ങളുടെ മാക്സിമം പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആൻഡ് മോർ ദാൻ ദിസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അത് മെൻഷൻ ചെയ്യാം. എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻസോ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസിൽ തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. സോ ടെസ്റ്റ് 1 സ്റ്റുഡിയോ സെൻസിറ്റിവിറ്റി കഴിഞ്ഞിരിക്കുകയാണ്. സോ അടുത്ത ടെസ്റ്റ് 2 എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ സെൻസിറ്റിവിറ്റി ആണ്. അവിടെയും ഒരുവിധം എല്ലാവർക്കും കൺഫ്യൂഷൻസ് ഉണ്ട്, എന്തായിരിക്കും ഇൻ പേഴ്സൺ. കാര്യം കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ ഇൻ പേഴ്സൺ എന്ന് പറയുന്ന റൗണ്ട് തന്നെ വരുന്നത്. അതായത് യൂഷ്വലി ലാസ്റ്റ് ടൈം എൻ്റെ ഓർമ്മയിലാണെങ്കിൽ കോവിഡ് ടൈമിലാണ് അവരൊരു ഇൻ പേഴ്സൺ റൗണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ സമയത്ത് പോർട്ട്ഫോളിയോ സബ്മിഷൻസ് ഉണ്ടായിരുന്നു, 1-on-1 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ദെൻ തീം പോസ്റ്റർ എന്ന് പറയുന്ന ഒരു ഡ്രോയിങ് അപ്ലോഡ് ചെയ്യാൻ ആയിട്ടുള്ള അത്തരം ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ സമയത്ത് കോവിഡിൻ്റെ അത്തരം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള സമയത്ത് ഉണ്ടായിരുന്നത്. ബട്ട് നമുക്ക് എന്താണ് ഇനി ഈ വരാൻ പോകുന്ന ഇൻ പേഴ്സൺ സെൻസിറ്റിവിറ്റിയിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു ഡീറ്റെയിൽസും ഇല്ല. എനിക്ക് തോന്നുന്നു മെയ് 11th മുതൽ 17th വരെയാണ് ഇൻ പേഴ്സൺ സെൻസിറ്റിവിറ്റി എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. അപ്പം ഉറപ്പായിട്ടും ഇൻ ബിറ്റ്വീൻ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇൻ കേസ് എനിക്ക് തോന്നുന്നു പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർ നേരത്തെ കൂട്ടി തന്നെ അത് നോട്ടിഫൈ ചെയ്യുകയും ചെയ്യും. വേറെ എന്ത് തോന്നുന്നുണ്ട് ശ്യാം സാറിന്? വേറെ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം? സാധാരണഗതിയിൽ പോർട്ട്ഫോളിയോസും ആണ് മെയിൻ ആയിട്ട് അവർ നോക്കുക. പിന്നെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ വർക്ക്സ് കാണിക്കാനായിട്ട് സ്കെച്ച് ബുക്സും കൂടെ കൊണ്ടുപോകണമെങ്കിൽ അത്രയും ബെറ്റർ ആയി. കാരണം നമ്മൾ അത്രയും സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും അവർക്ക് മനസ്സിലാക്കാം. ഈവൻ ദോ അവരത് എല്ലാം നോക്കുന്നില്ലെങ്കിൽ പോലും ബട്ട് സ്കെച്ച് ബുക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്, അതായത് നമ്മൾ ഇത്രയും വരച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. പിന്നെ പോർട്ട്ഫോളിയോ എപ്പോഴും നന്നായിട്ട് കീപ്പ് ചെയ്യുക. നിങ്ങളെ ബെസ്റ്റ് വർക്ക്സ് മാത്രം അതിൽ വെക്കാൻ ശ്രമിക്കുക. കാരണം അതാണ് പോർട്ട്ഫോളിയോന്റെ മെയിൻ ഉദ്ദേശം. അതന്നെ നമ്മളെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് കീപ്പ് ചെയ്യുക. അപ്പം നന്നായിട്ട് പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഓക്കെ, സോ നമുക്കും ഈ പറഞ്ഞ പോലെ ഒരു കൺഫർമേഷൻ ആയിട്ടല്ല ഞങ്ങൾ ഇത് പറയുന്നത് പോർട്ട്ഫോളിയോ ഉണ്ടാവും എന്നുള്ളത്. കാണാതിരിക്കാം, ബട്ട് ചാൻസസ് ആർ ബിറ്റ് ഹൈ അങ്ങനെ വരാനായിട്ട്. കാര്യം യൂഷ്വലി ഇൻ പേഴ്സൺ ഉള്ള ഒരു റൗണ്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു സബ്മിഷൻസ് ഉണ്ടാവും. അത് ഏതൊരു പോർട്ട്ഫോളിയോ ആയിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വർക്ക് ആവും. അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ എന്നും അറിയില്ല. മേ ബി മേ ബി ഗ്രൂപ്പ് ഡിസ്കഷൻസോ അങ്ങനത്തെ റൗണ്ടുകളോ ഉണ്ടാവാം. ഇപ്പം മുൻപുള്ള ഫോമാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ദെൻ സ്റ്റോറി ടെല്ലിങ് അങ്ങനത്തെ പോലുള്ള കൺസെപ്റ്റിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ മെയിൻലി പക്ഷേ പോർട്ട്ഫോളിയോ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ തീം പോസ്റ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഇഫ് പോർട്ട്ഫോളിയോ ഒക്കെ എക്സ്പെക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തന്നെ അതിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. കാര്യം ചെയ്തു വെച്ചു എന്ന് കഴിഞ്ഞിട്ട് ഒരു തെറ്റുമില്ല. ഇൻ കേസ് നമുക്ക് ഇൻ ഫ്യൂച്ചറിലാണെങ്കിലും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അത്തരം വർക്ക്സുകളും നിങ്ങൾ എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ തുടങ്ങുക, ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഇപ്പോഴും പറയാണ്, അത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഗസ് മാത്രമാണ്, വരാതിരിക്കാം. ഓക്കെ, സോ ഇത്രയാണ് അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ഇതുപോലെ എനിക്ക് തോന്നുന്നു ഫർദർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇൻ പേഴ്സൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുമായിട്ടും ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. ആൻഡ് ഇൻ പേഴ്സൺ സെൻസിറ്റിവിറ്റി എക്സാമിനേഷന് ശേഷവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ ഒരു ഡിസ്കഷൻ സെഷനിലേക്ക് വരാവുന്നതാണ്. സോ അണ്ടിൽ നെക്സ്റ്റ് സെഷൻ, ഇറ്റ്സ് മീ സച്ചിൻ and it's me Sham signing off.